അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ മുസ്ലിമീങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ 7ാമത്തെ പാഠഭാഗമാണ്. പാഠം 7 കുഞ്ഞായീൻ മുസ്ലിയാർ. AD 1700 അടുത്ത കാലഘട്ടത്തിൽ തലശ്ശേരിയിലാണ് കുഞ്ഞായീൻ മുസ്ലിയാർ ജനിച്ചത്. ഫലിത സാമ്രാട്ട് എന്ന നിലയിൽ പ്രസിദ്ധനായ അദ്ദേഹം തികഞ്ഞ പണ്ഡിതനും പ്രതിഭാധനനായിരുന്ന കവിയുമായിരുന്നു. ആധ്യാത്മിക വിദ്യകളിലും ഭൗതിക ശാസ്ത്രങ്ങളിലും ഒരുപോലെ പ്രാഗൽഭ്യം നേടിയിരുന്നു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അതീവ ഹൃദ്യമായ കവിതകൾ അറബിയിലും അറബി മലയാളത്തിലും രചിച്ചിരുന്നു. നർമ്മരസ സമ്പൂർണമായ കവിതകൾ രചിക്കുന്നതിൽ അദ്ദേഹത്തിന് നൈസർഗികമായ അത്ഭുത സിദ്ധിയുണ്ടായിരുന്നു. മലയാള ഭാഷ വികസിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ മുസ്ലിയാരുടെ കവിതകൾ മലയാളികളെ കോരിത്തെരിപ്പിച്ചിരുന്നു. കോഴിക്കോടിൻ്റെ ഖാളിയും മഹാപണ്ഡിതനും സാഹിത്യ സാമ്രാട്ടും കവിയുമായിരുന്ന ഖാളി മുഹമ്മദിൻ്റെ മുഹീദ്ദീൻ മാല എന്ന കാവ്യത്തിനു ശേഷം കേരള മുസ്ലിങ്ങൾക്കിടയിൽ ഏറ്റവും പ്രചാരം സിദ്ധിച്ച കൃതിയാണ് കുഞ്ഞായീൻ മുസ്ലിയാരുടെ നൂൽമാല അഥവാ നൂൽമദ്ഹ്. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ചിന്താപ്രധാനമായ കപ്പപ്പാട്ട് എന്ന കൃതി വളരെ പ്രസിദ്ധമാണ്. മനുഷ്യ ശരീരത്തെ ഒരു പായ്ക്കപ്പലിനോടും മനുഷ്യ ജീവിതത്തെ ഒരു കപ്പൽ യാത്രയോടും ഉപമിക്കുന്ന കപ്പപ്പാട്ടിൻ്റെ ഉള്ളടക്കം ചിന്തോദ്ദീപകമാണ്. മാപ്പിളപ്പാട്ടിൻ്റെ തുടക്കം ഈ കവിത മുതലാണെന്ന് കണക്കാക്കപ്പെടുന്നു. മാപ്പിളപ്പാട്ടിൻ്റെ ആദ്യ രൂപം സഫീന പാട്ട് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സഫീന എന്ന വാക്കിൻ്റെ അർത്ഥം കപ്പൽ എന്നാണ്. സാമൂതിരി സദസ്സുകളിലും സൗഹൃദവേദികളിലും വളരെയേറെ ആദരിക്കപ്പെട്ടിരുന്ന കുഞ്ഞായീൻ മുസ്ലിയാർ വിവിധ മതവിശ്വാസികൾ തമ്മിൽ സൗഹാർദ്ദവും സഹകരണവും നിലനിർത്താൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച മഹാപണ്ഡിതനായിരുന്നു. ഹിജ്റ 1151 രചിച്ച അദ്ദേഹത്തിൻ്റെ നൂൽമദ്ഹ് എന്ന ഭക്തിസാന്ദ്രമായ കാവ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമേനിയുടെ സ്വഭാവമഹിമയെ പ്രകീർത്തിക്കുന്നതും പ്രവാചകനിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അതിരറ്റ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹത്കൃതിയാണ്. കലാമേന്മയും രചനാവൈഭവവും ഒത്തിണങ്ങിയ ഈ കൃതി ഒന്നാംകിട കാവ്യസമാഹാരമായി അംഗീകരിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നൂൽമദ്ഹ് കഥാപ്രസംഗ രൂപത്തിൽ കേരളത്തിലെമ്പാടും അവതരിപ്പിക്കപ്പെട്ടിരുന്നു. പാഠഭാഗം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. അഭ്യാസം. ഉത്തരം എഴുതുക. 1. കുഞ്ഞായീൻ മുസ്ലിയാർ ജനിച്ചതെവിടെ? എവിടെയായിരുന്നു അദ്ദേഹം ജനിച്ചത്? AD 1700 അടുത്ത കാലഘട്ടത്തിൽ തലശ്ശേരിയിലാണ് കുഞ്ഞായീൻ മുസ്ലിയാർ ജനിച്ചത്. 2. അദ്ദേഹത്തിൻ്റെ പ്രചാരം സിദ്ധിച്ച കൃതിയുടെ പേരെന്ത്? എന്തായിരുന്നു? നൂൽമാല അഥവാ നൂൽമദ്ഹ്. 3. മാപ്പിളപ്പാട്ടിൻ്റെ തുടക്കം ഏത് കവിത മുതലാണ്? കപ്പപ്പാട്ട് എന്ന അദ്ദേഹത്തിൻ്റെ കവിത മുതലാണ് മാപ്പിളപ്പാട്ടിൻ്റെ തുടക്കം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 4. മാപ്പിളപ്പാട്ടിൻ്റെ ആദ്യ രൂപം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിൽ? മാപ്പിളപ്പാട്ടിൻ്റെ ആദ്യ രൂപം സഫീന പാട്ട് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 5. നൂൽമദ്ഹ് എന്ന കൃതിയിലെ പ്രതിപാദ്യം എന്താണ്? ഹിജ്റ 1151 രചിച്ച അദ്ദേഹത്തിൻ്റെ നൂൽമദ്ഹ് എന്ന ഭക്തിസാന്ദ്രമായ കാവ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ സ്വഭാവമഹിമയെ പ്രകീർത്തിക്കുന്നതും പ്രവാചകനിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അതിരറ്റ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹത്കൃതിയാണ്. ഇതാണ് അതിലെ പ്രതിപാദ്യം. പൂരിപ്പിക്കുക. മനുഷ്യ ശരീരത്തെ ഡാഷിനോടും ഡാഷിനെ കപ്പൽ യാത്രയോടും ഉപമിക്കുന്നു. ഉത്തരം മനുഷ്യ ശരീരത്തെ ഒരു പായ്ക്കപ്പലിനോടും മനുഷ്യ ജീവിതത്തെ ഒരു കപ്പൽ യാത്രയോടും ഉപമിക്കുന്നു. അടുത്തത് ചേരുംപടി ചേർക്കുക. 2 കോളം തന്നിട്ടുണ്ട്. 2 കോളത്തിലും തമ്മിൽ ചേരുന്നത് ഏതാണെന്ന് കണ്ടെത്തുക. നൂൽമദ്ഹുമായി ബന്ധപ്പെട്ടത് ഏതാണ്? മുഹീദ്ദീൻ മാല, കപ്പൽ, 1151, കുഞ്ഞായീൻ മുസ്ലിയാർ. ഏതാണ്? നൂൽമദ്ഹ് രചിക്കപ്പെട്ടത് 1151 അല്ലേ? അപ്പോൾ ഈ വർഷവുമായിട്ട് അതിനെ യോജിപ്പിക്കാം. അടുത്തത് സഫീന. സഫീന എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത്?
മാപ്പിളപ്പാട്ടിനെ പണ്ട് അറിയപ്പെട്ടിരുന്നത് സഫീന എന്ന പേരിലാണ്, സഫീന പാട്ട് എന്ന പേരിലായിരുന്നു. ഇവിടെ അതുമായി ഏറ്റവും യോജിക്കുന്നത് കപ്പൽ എന്ന വേർഡാണ്. സഫീന എന്ന് വെച്ചാൽ കപ്പൽ എന്നാണ് അർത്ഥമാക്കുന്നത്. അടുത്തത് ഫലിത സാമ്രാട്ട്. ഫലിത സാമ്രാട്ട് എന്ന രീതിയിൽ ഇതിൽ ആരെയാണ് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്? എന്താണ് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്? കുഞ്ഞായിൻ മുസ്ലിയാർ. ഇവിടെ അധികമായി വന്നിട്ടുള്ളത് ഏതാണ്? മൊഹീദ്ദീൻ മാല എന്ന വേർഡാണ് അധികമായി വന്നിട്ടുള്ളത്. അതുമായി യോജിപ്പിക്കാൻ എന്തെങ്കിലും ഒരു വാക്കുണ്ടായിരുന്നെങ്കിൽ അതെന്തായിരുന്നേനെ? ഖാദി മുഹമ്മദ് അതായിരുന്നു അതുമായി യോജിക്കാൻ ഏറ്റവും അനുയോജ്യം. അപ്പോൾ ചോദ്യോത്തരങ്ങളും പാഠഭാഗവും എല്ലാം നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു പാഠഭാഗവുമായി കാണും വരെ മഅസ്സലാമ.